ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ത്രോട്ടിൽ മലയാളി. നമ്മൾ ഈ ചാനലിൽ ഒരു സിം റൈസിംഗ് ഗെയിംസ് ഒക്കെ മെയിൻലി ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ചാനലാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആർക്കേഡ് ഗെയിംസും ഉണ്ട്. നമ്മൾ ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കേസ് പറഞ്ഞില്ല, എന്താണ് സിം, എന്താണ് ആർക്കേഡ് ഗെയിംസ് എന്നുള്ളത്. സിം എന്ന് പറയുന്നത് അത്യാവശ്യം റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് ഫീഡ്ബാക്കും വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം, പിന്നെ ഓൾമോസ്റ്റ് ട്രാക്കുകളും വണ്ടികളും എല്ലാം ഒരു 99% നമ്മുടെ റിയൽ വേൾഡ് സെനാറിയോ പോലത്തെ ഒരു കണ്ടീഷനായിരിക്കും. അപ്പോൾ വണ്ടി റെസ്പോണ്ട് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം. അപ്പോൾ കൺട്രോൾസിൻ്റെ ഒക്കെ ചെറിയ വ്യത്യാസം, ചെറുതല്ല വലിയ വ്യത്യാസങ്ങളുണ്ട്. ആർക്കേഡിലോട്ട് വരുമ്പോൾ ബേസിക്കലി ഒരു ഫൺ ഗെയിംസാണ്. നമ്മുടെ NFS പോലെ അതൊക്കെ അങ്ങനത്തെ ടൈപ്പ് NFS, പിന്നെ എന്നാ പറയുന്നത് ആസ്ഫാൾട്ട് സീരീസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഫോർസ ഹൊറൈസൺ, മോട്ടോർ സ്പോർട്സ് അല്ല, ഫോർസ ഹൊറൈസൺ അങ്ങനത്തെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആർക്കേഡ് ഗെയിംസാണ്. വണ്ടി അത്ര റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ ബിഹേവിയർ ചെയ്യത്തൊന്നുമില്ല. പക്ഷേ സിമ്മിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി ഓൾമോസ്റ്റ് ഒരു 90% അല്ലെങ്കിൽ 80% എങ്കിലും സെറ്റിങ്സ് എങ്ങനെയാണ് നടക്കുന്നത് അതിനനുസരിച്ച് ഒരു 80% ഒരു നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും, വണ്ടി എങ്ങനെ ഒരു ട്രാക്കിൽ പെർഫോം ചെയ്യുന്നത് പോലെ. ഇതിനകത്ത് കുറച്ച് എക്സാമ്പിൾ ഒന്ന് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓട്ടോമൊബിലിസ്റ്റ എന്ന് പറയുന്നൊരു ഗെയിം, പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ടയറിൽ ഇരിക്കുന്ന ഐറേസിങ്, പിന്നെ എന്നായിരുന്നു അസറ്റോ കോർസ, റൺ സ്പോർട്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടോപ്പ് ടിയർ സാധനങ്ങൾ. അസറ്റോ കോർസയാണ് എല്ലാവർക്കും കണ്ടുപരിചയമുള്ളൊരു സാധനം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇൻ്റർഫേസിൻ്റെ. ഇതിൻ്റെ അകത്ത് സിംഗിൾ റേസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടിപ്ലെയർ റേസ് ഉണ്ട്, പിന്നെ കരിയർ മോഡുണ്ട്. പക്ഷേ അതിപ്പോൾ എന്തുകൊണ്ടോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നോർമൽ ടൈം ട്രയൽ, പിന്നെ നമുക്ക് വണ്ടിയും ട്രാക്കും പരിചയിക്കാൻ വേണ്ടി ടെസ്റ്റുകളും. ഇതിനകത്ത് പ്രാക്ടീസ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്, ക്വാളിഫയിങ് ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. സെയിം ക്ലാസ്സിൽപ്പെട്ട വെഹിക്കിൾസുമായിട്ടാണ് നമ്മൾ റേസ് പിടിക്കാൻ പോകുന്നത്. 21 പേരുണ്ട്. നമ്മുടെ ഇത് മാത്രം 3 ആക്കാം, 3 ലാപ്പ്. വെതർ, ടൈം പ്രൊഫഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാവേ. പിന്നെ ട്രാക്കിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇൻ്റർലാഗോസ് എന്ന് പറയുന്നത് ബ്രസീലിലുള്ളൊരു മെയിൻ GP ട്രാക്കാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വളരെ ഫേമസ് ആയിട്ടുള്ള ട്രാക്കാണ്. മോഡേൺ ഡേ FN ട്രാക്കാണ് ശരിക്കും. ലൊക്കേഷൻ എന്ന് പറയുന്നത് ബ്രസീലിലാണ്, സാവോപോളോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എനിവേസ് ഞാൻ ഇനി അധികം വിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല, റേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഞാനൊരു വീൽ ബേസ് ഉപയോഗിക്കുന്നു കേട്ടോ, അതിപ്പോഴേ പറഞ്ഞേക്കണേ. വീൽ ബേസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കുറച്ച് ഞാൻ വിട്ടേക്കാം. ലോഡ് ചെയ്യാൻ സമയം എടുക്കട്ടെ. ഓക്കെ, നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത് ഡ്രൈവ് നമുക്ക് ഇതിനകത്ത് തന്നെ അത്യാവശ്യം എഡിറ്റ് സെറ്റപ്പ്. നമുക്ക് ക്വാളിഫയിങ് പ്രാക്ടീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞാൻ മിഡ്ഫീൽഡിലായിരുന്നു കൊടുത്തത്, അല്ലെങ്കിൽ സാധാരണ ബാക്കിലാണ് ഇടുന്നത്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് മിഡ്ഫീൽഡിൽ കിടക്കുന്നു. നമുക്ക് ഇതിനകത്ത് ടയറിൻ്റെ ടെമ്പറേച്ചർ, ടയറിൻ്റെ പ്രഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോഴത്തെ ക്ലൗഡി ലൈറ്റാണ്, ഡ്രൈ കണ്ടീഷനാണ്. ഓക്കെ, ഒരു പെർഫെക്റ്റ് കണ്ടീഷൻ എന്നാലോചിക്കാം. ഫസ്റ്റ് റോഡ് ഇതിനകത്ത് കൊളീഷൻസൊക്കെ ഉണ്ട്, കൊളീഷൻ വാർണിങ്ങുകൾ കിട്ടും. ജസ്റ്റ് പുല്ലേ കയറിയാൽ മതി, പുല്ലേ കയറിയാൽ പറക്കുക കേട്ടോ. ഇപ്പോഴാണ്, അതായത് ആലോചിക്കുക പോലും വേണ്ട, ആ റൈസ് പോയാൽ ഓർത്താൽ മതി. നമ്മൾ 12ൽ നിന്ന് 14ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതൊരു വലിയ ടാനിക്കാണ്. അത് ശരിക്കും ചവിട്ടിയില്ലെങ്കിൽ കിടന്ന് പൊളയും. റീടേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. തിരിച്ച് വന്നിട്ടേ തിരിക്കും. അത് കയ്യോടെ പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. ഈ ടേണ് ഒരു മികച്ചര ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി കയറി വരും. ഇതൊരു വലിയ ടേണാണ്. നമ്മൾ സെക്കൻഡേ വന്ന് ഫീഡ് ചെയ്യണം. ആക്സിലേറ്റർ ഫീഡ് ചെയ്താൽ
നടക്കുന്നത്. പിന്നെ വൈഡ് പോകരുത്. തിരിച്ച് റേസിംഗ് ലൈനിൽ വന്നു. ഇതൊരു വലിയ ടണാണ്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കയറാൻ ഒരവസരം എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ കറക്റ്റ് ഗിയർ അല്ലെങ്കിൽ നല്ല പെട്ടെന്ന് കാല് കൊടുക്കുമ്പോൾ ബാക്കിലെ വീല് സ്പിന്നാവും. വീല് സ്പിന്നായി കഴിഞ്ഞാൽ വണ്ടി തിരിയും. ഓക്കെ, നമ്മൾ സെക്കൻഡ് തേർഡല്ല, ഓക്കെ 11th പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നുകൂടെ കയറാൻ പറ്റി. അവൻ്റെ പുറകിൽ പിടിക്കുന്നു. അവൻ്റെ എയർ ഫ്ലോയിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അവൻ്റെ എയർ ഫ്ലോയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി സ്മൂത്തായിട്ട് ഇങ്ങനെ കയറി പോകാം. ഈ ഗിയറൊന്നുമില്ല, 5 ഗിയർ കൊള്ളാപ്പാടെ. എന്നിട്ട് നമ്മളിവിടെ ഇച്ചിരി ലൈറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഇടിയിട്ടില്ല, എനിക്ക് കുഴപ്പമില്ല. പോലെ ത്രോട്ടിൽ നമ്മൾ സ്പീഡ് മീറ്റർ നോക്കുകയാണെങ്കിൽ താഴെ ത്രോട്ടിൽ കാണിക്കുന്നുണ്ട് ത്രോട്ടിൽ എന്തേരം പുഷ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഇടി കിട്ടി, വേറെ മാർഗമില്ലായിരുന്നു. ഇടി കിട്ടിയില്ലായിരുന്നു, നമ്മൾ ട്രാക്ക് ലിമിറ്റിൽ നിന്ന് പുറത്തു പോയാൽ. ഇച്ചിരി ചീപ്പ് ഷോട്ടാണ്, എന്തായാലും സാരമില്ല. സെക്കൻഡ് തൊട്ട് പുറയിലൊരുത്തനുണ്ട്. പോലെ സെക്കൻഡല്ല, ഫസ്റ്റേ വരണം. വന്നില്ലെങ്കിൽ ട്രാക്ക് ലിമിറ്റിന് വെളിയിൽ പോകും. ട്രാക്ക് ലിമിറ്റും ട്രാക്ക് വാണിങ്ങും എല്ലാം അത്യാവശ്യം റൂൾസ് കറക്റ്റായിട്ട് ഇല്ലാത്തതുണ്ട്. അത്രയ്ക്ക് ടൈറ്റല്ല, ഹൈ റൈസിങ് പോലെ ആരും നോക്കിയൊന്നും ഇരിപ്പൊന്നുമില്ല, അത്യാവശ്യം ടൈറ്റാണ്. യെസ്, തിരിയില്ല, പോലെ ഇനിയൊരു ഫ്രണ്ടിൽ പോകുന്നതിനെ പിടിക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ചലഞ്ചിങ് ആയുള്ളതാണ്. കാരണം ഒന്നുമില്ലേലും എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 3 സെക്കൻഡെങ്കിലും ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ടത് നമ്മളായിട്ട്. ഓക്കെ, ലാസ്റ്റ് ലാപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ലാപ്പ് ഞാൻ സാധാരണ എപ്പോഴും മടുപ്പിക്കാറുള്ളൂ. ഇച്ചിരി അവിടെ നിന്ന് പോയില്ല എന്നുള്ളൂ, ഇച്ചിരി പോകാമായിരുന്നു അവിടെ. പോകല്ലേ. പിന്നെ ഇത് വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. പക്ഷേ അത് ഓഫ് ചെയ്യാനുള്ള ധൈര്യമില്ല. ടെമ്പറേച്ചർ എല്ലാം കറക്റ്റാണ്, പ്രഷറും വലിയ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഗ്രീനിലാണ്. കണ്ട പോകുന്ന അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ലൈൻ കറക്റ്റ് അല്ലെങ്കിൽ ഗിയർ കറക്റ്റ് അല്ലെങ്കിൽ ത്രോട്ടിൽ കൊടുക്കുന്ന കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി കയ്യിൽ പോകും. പിന്നെ ഒന്ന് റിക്കവർ ചെയ്ത് തിരിച്ച് റൈസിൽ കയറി ഒരു ലീഡ് പോട്ടെ, ഒരു ആളെങ്കിലും ഓവർടേക്ക് എന്ന് പറയുന്നത് ഇച്ചിരി കഷ്ടപ്പാടാണ്. ഇതിപ്പോൾ വലിയ കഥയുള്ള കേസല്ലാത്തതുകൊണ്ട് യെസ്, നമ്മൾ 8th പൊസിഷനിൽ, അതായത് 12 ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 8th പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ,
ഇത് കൂൾ ഡൗൺ ലാപ്പാണ്. കൂൾ ഡൗൺ ലാപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ സാധാരണ നമുക്ക് റൈസ് കഴിഞ്ഞു ഒരു ലാപ്പ് ഇറങ്ങി തിരിച്ച് പിറ്റിക്കയറാം, അപ്പോഴാണ് ഫിനിഷാണ്. ഇതിനകത്ത് ഇത് റൈസൊന്നുമല്ല, ചുമ്മാ നമ്മൾ ഇറങ്ങുന്നുള്ളൂ. ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഞാനിപ്പോൾ കാണുന്നത്. എൻ്റെ ഉദ്ദേശം ഐ റൈസിങ്ങിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഐ റൈസിങ്ങിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് അവിടെ ചെന്ന് ചുമ്മാ വണ്ടി ഇപ്പം ഞാൻ ഇടിച്ച പോലെ വണ്ടിക്കിട്ട് തട്ടിയിട്ട് ഓടിപ്പോകാൻ നടക്കത്തില്ല. അപ്പോഴത് ഫ്ലാഗ് ചെയ്യുകയും ചെയ്യും. നമുക്കൊരു അത് ഇച്ചിരി വള്ളിയാണ്. ഇതാണ് ഈ ചാനലിൻ്റെ ഒരു ബേസിക് കണ്ടൻറ്റ്, അതായത് ഇതിൻ്റെ കോർ കണ്ടൻറ്റ് വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫണ്ണായിട്ടുള്ള സാധനങ്ങളും എൻ്റർടൈനിങ് ആയിട്ടുള്ള സാധനങ്ങളും വരും. കൂടുതലിട്ട് പഠിപ്പിക്കുന്നില്ല. താങ്ക് യു വെരി മച്ച്. കണ്ട എല്ലാവർക്കും താങ്ക്സ്.